ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിജോ ജോർ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷിജോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇത് വരുന്നത്. അതായത് നമ്മുടെ തെറ്റാലി പണം തീർന്നു കഴിയുമ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത്, അപ്പോൾ അത് തീർന്നു പറഞ്ഞാൽ ഇനി നമുക്ക് ആൾ വരുമ്പോഴത്തേക്കിനും കൂട്ടിയാണെങ്കിൽ കൊടുത്താൽ മതി ആ പരുവത്തിലേ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ ഇരിക്കുന്നതിനകത്ത് ചിലതൊക്കെ ഓർഡറാണ്, ചിലതൊക്കെ അവർ മുൻകൂർ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പൈസയൊക്കെ തന്നിച്ചും പോയതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കാണിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ലോക്ക് സിസ്റ്റമാണ്. ഇതാണ് ലോക്ക് സിസ്റ്റം, അതായത് നമ്മുടെ കമ്പിക്കൂര് വെച്ചടിക്കുന്നത്. ഇതിൻ്റെ പണി തീർന്നത് 3 പീസ് ഇരിപ്പുണ്ട്. അതിനിപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. വേണ്ട, അത് തന്നെയാണ് ഇത്. വേണ്ട. അപ്പം നമുക്ക് ഇതുപോലെ ക്രോസ് ബാർ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതിനിപ്പോൾ ആൾക്കാർ വരുന്നതനുസരിച്ച് ഞാൻ ചെയ്തു. ക്രോസ് ബാർ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ വരുന്നതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ സിസ്റ്റം. നമ്മുടെ ബോക്സിനകത്തുള്ള ആ ഒരു ഒട്ടക്കാഞ്ചില്ല, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് അണ്ടർ വാട്ടറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടക്കാഞ്ചിയാണ് ഇത്. അപ്പോൾ ഒന്ന് ഇത് ഞാൻ തെറ്റി കാണിച്ചുതരാം. ഇതിലെ കൂരി ഞാൻ കാണിക്കാം. ഇതിൻ്റെ കൂരാണ്. ഇതുണ്ട്. ഇതിപ്പോൾ ടെമ്പർ ചെയ്തിട്ടില്ല. ഇത് ടെമ്പർ കഴിഞ്ഞാൽ പിന്നെ ഇത് വളയത്തില്ല. ഇത് നമ്മൾ ഇതിലോട്ട് കയറ്റി വെക്കുക. ഇതുണ്ട്. ഇതിനെ കയറ്റി വെച്ച് സ്വല്പം ഒന്ന് ചോദിച്ച് സ്വല്പം ഒരു പുറത്തോട്ട് ചെരിഞ്ഞ് വെച്ച് നമ്മൾ ലോക്കായി വരും. ഇത്രയുള്ളത്. ഇനി വലിച്ചാൽ മതി, വെച്ച് അടിക്കാൻ വിട്ടാൽ തെറ്റി വിടണമല്ലോ. ഇത്രയുള്ളൂ. വട്ടം കാഞ്ചി തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലോക്ക് വിട്ടുപോയി. കാണാമോ? ലോക്ക്. ഓക്കെ, ഞാൻ തെറ്റി കാണിച്ചാൽ പിന്നെ തെറ്റാലേക്ക് കാണിച്ചു. പിന്നെ അടുത്ത നമ്മുടെ തീർന്ന സാധനം നമ്മുടെ സാധാരണ നമ്മുടെ ബേസിക്കലായിട്ടുള്ള നമ്മുടെ മോഡൽ ഇത് കണ്ടു. ഇതിൻ്റെ തന്നെ വേറെ പണം നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു. ഇതിനകത്തോടെ കണ്ടതാണ്. പിന്നെ അതുകൂടെ എൻ്റെ വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഡിസൈൻസാണ്. ഇതൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ. ഇത് ക്രോസ് ബാറാണ്, പക്ഷേ വട്ടം കഞ്ചി കേട്ടോ. ഇതുപോലത്തെ വട്ടം കഞ്ചി ക്രോസ് ബാറായത്. ഇതുപോലത്തെ വട്ടം കഞ്ചി നമ്മൾ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതുകൊണ്ട് തെറ്റി കാണിച്ചില്ല. നമ്മുടെ ഈ ലോക്ക് കൊണ്ട് കോഴി ഭയങ്കര ശൈല്യം അപ്പുറത്തെ വീട്ടിലെ. ഇതുകൊണ്ട് തെറ്റി കാണിച്ചില്ല. നമ്മൾ ലോക്ക് ചെയ്തു, താഴെ ചവിട്ടി പിടിക്കുക. ഇതൊരിക്കലും ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചാൽ കയറത്തില്ല കേട്ടോ. ഇനി പിടിച്ചാൽ കയറ്റാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. തന്നെയല്ല, ഏതെങ്കിലും ഇത് കാരണവശാൽ വിട്ടുപോയി കഴിഞ്ഞാൽ അത് വേറെ വല്ല വഴിക്കും പോകും. അതുകൊണ്ട് അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഇത് ലോക്ക് ചെയ്യുക. അല്ല, അവിടെ തെറ്റി കാണിച്ചില്ല. മാറി ഇത് കാണോ, വളഞ്ഞിരിക്കുന്നതാണോ? ചെറുതായിട്ട് കാണോ? ഇത് വളഞ്ഞിട്ടുണ്ട് ശകലം. വേണ്ട, ഇത് കയറിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് കയറാൻ വരുമ്പോഴത്തേക്കാണ് ഈ വളയുന്നത്. ഇത് ഉരുക്കിൻ്റെ കമ്പിയാണ്. ഇത് ടെമ്പർ കഴിഞ്ഞാൽ പിന്നെ വളയത്തില്ല. പക്ഷേ നമ്മൾ വെള്ളത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ വളയത്തില്ല, പ്രശ്നം വരത്തില്ല. കരക്ക് തെറ്റി കാണിക്കുമ്പോഴത്തേക്കിനാണ് ഇത് വേണ്ടത്. അല്ലെങ്കിൽ മണ്ണ് കോണിക്കാ തെറ്റിക്കഴിഞ്ഞാൽ വളയത്തില്ല. ഇതിപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ പണ്ടി റോളർ കയറി ഇറങ്ങിയ സ്ഥലമാണ്. നല്ല തറഞ്ഞിറങ്ങിയ സ്ഥലം. അത് കയറി കഴിഞ്ഞിട്ട് പിന്നെ കയറാൻ കമ്പി കണ്ടായിരിക്കും. നമ്മുടെ ഇത്തിരി അലവൊക്കെ ഇത് കിട്ടില്ല. ഇത് നമ്മൾ തെറ്റിയിട്ട് കയറിയില്ലെങ്കിൽ കയറാൻ വേണ്ടി ഇത് ഒടിഞ്ഞു തെറിക്കും ഈ സാധനം. അല്ലെങ്കിൽ ഇത് കീറിപ്പോകും. പക്ഷെ വെള്ളം തെറ്റിയത് വരത്തില്ല. അതിൻ്റെ ഫോഴ്സാണ്. ഫോഴ്സ് എവിടെയെങ്കിലും കൊണ്ട് ഏൽപ്പിക്കട്ടെ. ഇനി ഇത് കയറാൻ വരുമ്പോൾ വീണ്ടും ഇതേ ഫോഴ്സ് ബാക്കി നിൽക്കുകയാണ്. അത് പിന്നെ ഇത് വളച്ച് കളയും എന്ന് ഓർത്ത് നടക്കാനാകും.
അപ്പോൾ അത് ടെമ്പർ കഴിഞ്ഞപ്പോൾ വളരെ ടെമ്പറേയുടെ ആവശ്യമില്ല. ഇവിടെ മാത്രം ടെമ്പർ കൊടുത്താൽ ഈ ലോക്ക് മാത്രം ഇവിടെയൊക്കെ ടെമ്പറേയുടെ കാര്യമൊന്നുമില്ല. വെള്ളം തെറ്റി ഒരിക്കലും വളരും. അപ്പോൾ പിന്നെ ഇത് സംഭവം നമ്മൾ തെറ്റുന്ന സമയത്ത് പോലെ കല്ലിലൊക്കെ കൊള്ളുവാണെങ്കിൽ മാത്രമേ വളരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബാഗിനകത്ത് ഇപ്പോൾ ചുറ്റിയും അതൊക്കെ വേണം, ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ട് അടിച്ച് തീർക്കാനുണ്ട്. വളഞ്ഞിരിക്കുന്ന സാധനം കൊണ്ട് അടിച്ചാൽ ഒറ്റ മീൻ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വളമുണ്ട്, ഞാൻ അവിടെ തെറ്റിപ്പോൾ ഇത് വെണ്ടായി. ഈ കണ്ടീഷനിൽ തെറ്റിക്കഴിഞ്ഞാൽ ഒറ്റ മീൻ കിട്ടത്തില്ല. എൻ്റെ എല്ലാം വേറെ വഴിക്ക് പോകണ്ടി. ഇത് അടിച്ച് നീർക്കണം, നീർക്കൊക്കെ തെറ്റാവും. അതിനാണ് നമ്മൾ ടെമ്പർ ചെയ്യുന്നത്. കല്ലിട്ട് കൊണ്ടാലും എൻ്റെ ആയിരിക്കും ടെമ്പർ ചെയ്യുന്നത്. പക്ഷേ അത് മീനിട്ട് ഉള്ളുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ വെള്ളത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കരയ്ക്ക് തെറ്റുന്ന നമുക്ക് അത്രയും ഇല്ലല്ലോ. ഈ ആവശ്യമായിട്ടൊക്കെ നമ്മൾ കല്ലൊക്കെ ഉള്ളുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക, അത് ക്ലിയർ ചെയ്തു അത്രേ ഉള്ളൂ. അത് ഞാനിതൊക്കെ നമ്മൾ ആലെ പണം നടക്കുന്നതാണ്. ഇത് മാത്രമേ നമ്മൾ സ്പോട്ട് ചെയ്തു ഇത്. അപ്പോൾ നമ്മുടെ ഈ ഞാൻ ഇപ്പോൾ ഈ തെറ്റലേക്ക് ഇപ്പം കാണിച്ച തെറ്റ ഇതിൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ആർക്കെല്ലാം ആവശ്യമുണ്ട് വിളിച്ചു. വേറെ എന്നെ ചേർത്തലല്ല ആലപ്പുഴ എന്നൊക്കെ ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട് ഈ ഡോക്കിൻ്റെ തെറ്റാലി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പണി തീർന്നു കഴിയുമ്പോഴത്തേക്കിന് ഞാനത് യൂട്യൂബിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലയിൽ എൻ്റെ 3 സ്റ്റോക്കുണ്ട്. പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നൊന്നുമില്ല. ഒരു 2 ആഴ്ച 3 ആഴ്ചയല്ല, ഒരു മാസം മുമ്പാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ സാധനം സ്റ്റോക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. ഓക്കെ.